ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ആസിഡിനെ കുറിച്ചാണ്, അവ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചും. ഒന്നാമത്തേത് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നവയാണ് തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ഇത് ഓർത്തിരിക്കാനുള്ള കോഡാണ് തന്നെ ചുമച്ചോ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ തന്നെ ചുമച്ചോ. ഓക്കെ എന്നത് ഓക്സാലിക് ആസിഡ്, തക്കാളി, നേന്ത്രപ്പഴം, ചുമ എന്നുള്ളതിൽ ചുവന്നുള്ളി, ചോക്ലേറ്റ്. തന്നെ ചുമച്ചോ ഓക്കെ. ഓക്സാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളാണ് തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ്. അടുത്തത് ടാർട്ടാറിക് ആസിഡ്. പുളി, മുന്തിരി ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ് അടങ്ങിയവയാണ് പുളി, മുന്തിരി. ഇത് ഓർത്തിരിക്കാനുള്ള കോഡാണ് പുളി, മുന്തിരി, ടാറിൽ. ടാർ അറിയത്തില്ലേ, ടാറിൽ പുളിമുന്തിരി വീണു, അപ്പോൾ പുളി, മുന്തിരി, ടാറിൽ. ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നവയാണ് പുളി, മുന്തിരി. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റിയറിക് ആസിഡ് ആണ്. എണ്ണ, കൊഴുപ്പ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. എണ്ണ, കൊഴുപ്പ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡ്. ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് എക്കോസ്റ്റിക്സ് എന്നാണ്. അക്കോസ്റ്റിക്സ് എന്താണെന്നറിയാവോ? ശബ്ദത്തെ പറ്റിയുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ഇവിടെ നമ്മളത് എക്കോസ്റ്റിക്സ് എന്നാക്കിയിട്ട് ഒരു കോഡാക്കിയെന്നേ ഉള്ളൂ. എണ്ണ, കൊഴുപ്പ്, സ്റ്റിയറിക് ആസിഡ്. അപ്പൊ ശബ്ദത്തെ പറ്റിയുള്ള പഠനം അക്കോസ്റ്റിക്സ് ആണ്. ഇവിടെ എക്കോസ്റ്റിക്സ് എന്നെടുത്ത് എണ്ണ, കൊഴുപ്പ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.